പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ വന്യനാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 16-ാം തീയതി ശനിയാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം യാത്ര ചെയ്യുവാൻ, ജോലി ചെയ്യുവാൻ, പഠിക്കുവാൻ, കാര്യാദികളൊക്കെ നോക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കി. വ്യാപരിച്ച ദൈവകൃപകൾക്ക് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-ാം വാക്യം. ജെറമ്യ ചാപ്റ്റർ 29 വേഴ്സ് 13 നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. കരയുന്ന പ്രവാചകൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന യിരെമ്യാ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തോട് ദൈവം തന്റെ അരുളപ്പാട് അറിയിക്കുകയാണ്. ഇസ്രായേൽ ജനം ഇപ്പോൾ ബാബേൽ പ്രവാസത്തിലാണ്. ബാബേൽ പ്രവാസത്തിൽ വീർപ്പ് മുട്ടി കഴിയുകയാണ്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടും പ്രതികൂലവുമുള്ള സമയങ്ങളിലാണ് പലപ്പോഴും പലരും നമ്മെ മിസ്യൂസ് ചെയ്യുന്നത്, വല്ലാതെ നമ്മെ ദുരുപയോഗം ചെയ്യും. അത് അന്നും ഇന്നും എന്നും ഒരുപോലെ തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം യിരെമ്യാ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്: നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളും നിങ്ങളുടെ ഇടയിലെ പ്രവചനങ്ങളും ഒന്നും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളോട് പ്രവാചകന്മാരും പ്രശ്നക്കാരും ഒത്തിരി കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ അതൊന്നും മുഖവിലക്കെടുക്കരുത്. നിങ്ങളവിടെ പാർപ്പിടം കെട്ടി കൃഷിഭൂമി ഒരുക്കി നിങ്ങൾ ആ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിച്ചവിടെ കഴിയുക. സ്വർഗത്തിലെ ദൈവം ബാബേലിൽ 70 വർഷം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളെ സന്ദർശിക്കുകയുള്ളൂ. അതിനിടയിൽ നിങ്ങളെ മോഹന സുന്ദര വാഗ്ദാനം നൽകി, പല പ്രവചനങ്ങൾ നിങ്ങൾക്ക് നൽകി നിങ്ങളെ ഇളക്കി നിർത്തുന്നതല്ലാതെ ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള പ്രവചനങ്ങളിലും പ്രശ്നക്കാരുടെ വാക്കുകളിലും വിശ്വസിക്കരുത്. ഈ ശനിയാഴ്ച അതിരാവിലെ ഇന്നത്തെ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവജനമേ, നമ്മളുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. നമുക്ക് കുടുംബത്തിലൊരു പ്രയാസം, മകന് മകൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ കാര്യം പുറത്താരും അറിയരുതേ എന്ന് നമുക്ക് നിർബന്ധമുള്ള നമ്മുടെ വിഷയങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ദൈവദാസന്മാരോടോ കൂട്ടായ്മക്കാരോടോ വിഷയം പങ്കുവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത് തന്നെയാണ് നടക്കുന്നത്. നമ്മെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാം. പല പ്രവചനമാണെന്നും പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മാനസികമായി തളർത്തും. നമ്മുടെ കയ്യിൽ നിന്ന് ഏതെല്ലാം പിടിച്ചു വാങ്ങാമോ സകലതും വാങ്ങും. നമ്മുടെ സ്ഥിതി മുൻപിലത്തിനെക്കാട്ടിലും അധോഗതിയാക്കി മാറ്റും. ഇത് ദൈവമക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം: സ്വർഗത്തിലെ ദൈവത്തിന് എന്നെ കുറിച്ച് ഉള്ള അരുളപ്പാടും വചനങ്ങളും എന്നോട് പറയാൻ ദൈവം മതിയായവനാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും പറയുവാൻ ദൈവം മതിയായവനാണ്. നമ്മുടെ കുഴപ്പം, നമുക്കത് ക്ഷമയോടെ ഇരുന്ന് പ്രാർത്ഥനയോടെ കേൾക്കുവാനുള്ള സമയമില്ല, അതിന് തയ്യാറല്ല. അതുകൊണ്ടാണ് അനേകർ നമ്മെ വിറ്റ് പണമുണ്ടാക്കുകയും പ്രശസ്തിയിൽ എത്തുകയും നമ്മുടെ സ്ഥിതിക്ക് ഒരു മാറ്റവുമില്ലാതെ തുടരുന്നത്. നിങ്ങൾ ഈ 29-ാം അധ്യായം വായിച്ചു നോക്കണം.
ദൈവം വളരെ വ്യക്തമായി പറയുകയാണ്, 70 വർഷം കഴിഞ്ഞിട്ടേ ഞാൻ നിങ്ങളെ സന്ദർശിക്കുകയുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ ആരുടെയും വാക്ക് കേട്ട് വീണുപോകരുത്. അപ്പോൾ നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും വിവിധങ്ങളായിട്ടുള്ള ജീവിത ഭാരങ്ങളിലും വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. നിശ്ചയമായും അത് നാം മനുഷ്യരായി ഭൂമിയിൽ ജനിച്ചോ നാം അതിൽ കൂടെ പോയേ മതിയാവുകയുള്ളൂ. ഓർക്കണം, പക്ഷേ ആ പ്രശ്നത്തിന്റെ മധ്യേ നാം മറ്റുള്ളവരെ അല്ല കണ്ടെത്തേണ്ടത്, നാം ദൈവത്തെ പൂർണ്ണമായി അന്വേഷിച്ചു നോക്കിക്കേ, നിശ്ചയമായും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായിരിക്കും. നമ്മുടെ കുഴപ്പം, നമ്മൾ കുറെ പ്രാർത്ഥിക്കും, കുറെ പ്രാർത്ഥന മറ്റുള്ളവരെ ഏൽപ്പിക്കും. അവർക്കെന്താ പ്രിയമുള്ളവരെ നമ്മുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം? വളരെ ഗൗരവമായി ഓർക്കണം. ഞാൻ വളരെ സ്നേഹത്തോടെ ഈ അതിരാവിലെ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ മക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ പാർട്ട്ണർക്ക്, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ വന്നാൽ നമുക്കുണ്ടാകുന്ന വേദന പോലെ കൂട്ടായ്മക്കാർക്കുണ്ടാകുമോ? സഭക്കാർക്കുണ്ടാകുമോ? സഭയിലെ ഉപദേശിക്കോ പാസ്റ്ററിനോ അച്ഛനോ ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. അങ്ങനെ ആരെങ്കിലും ധരിച്ച് ഞാൻ ഞങ്ങളുടെ ദൈവദാസനോട് പറഞ്ഞു, കൂട്ടായ്മക്കാരോട് പറഞ്ഞു എന്ന് പറഞ്ഞ് കൈയും കെട്ടി ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, നിങ്ങൾ അവിടെ കൈകെട്ടി ഇരിക്കുകയേ ഉള്ളൂ. നിങ്ങളുടെ വിഷയത്തിന് ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. പ്രാർത്ഥിക്കത്തില്ലെന്ന് ആരെങ്കിലും പറയുമോ? എല്ലാവരും പ്രാർത്ഥിക്കാമെന്ന് പറയും. ആ പറയുമ്പോഴല്ലാതെ ആരാ പ്രാർത്ഥിക്കുന്നത്? അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ എന്റെ വിഷയത്തിന് ദൈവത്തെ പരിപൂർണമായി കണ്ടെത്തുമ്പോൾ നിശ്ചയമായും നമ്മുടെ വിഷയത്തിന് പുതുവഴി തുറക്കും, പരിഹാരമുണ്ടാകും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന വിഷയം ഞാൻ അറിയുന്നില്ല, നമ്മൾ അന്യോന്യം അറിയുന്നില്ല. പക്ഷേ നമ്മളെ അന്യോന്യം അറിയുന്ന, മുഴുവനായി അറിയുന്ന, നമ്മൾ പറഞ്ഞതും പറയാത്തതുമായ, നമ്മുടെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന വ്യക്തിപരവും കുടുംബപരവും ആരോഗ്യപരവും ആത്മീയപരവുമായ സകല വിഷയങ്ങളും അറിയാവുന്ന ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കലേക്ക് പരിപൂർണമായി എത്തിച്ചേരുക. തമ്പുരാൻ സകല വിഷയത്തിന്മേലും ജയമെടുക്കട്ടെ. അങ്ങനെ ജീവജലത്തിന്റെ ശ്രോതാക്കളായ ദൈവമക്കളെ, ഇന്നത്തെ പകൽ ഒരു വ്യക്തിയുടെയും, അത് പേര് കേട്ടതായിക്കൊള്ളട്ടെ കേൾക്കാതായിക്കൊള്ളട്ടെ, ഒരു സഭയുടെയും ഒരു വ്യക്തിയുടെയും പിന്നാലെ പോകണ്ട. നമുക്ക് നല്ലൊരു മാതൃക വെച്ചേച്ചു പോയ കർത്താവിനെ മാത്രം പിന്തുടരുക. ആ കർത്താവിനെ പൂർണ്ണമായി അന്വേഷിച്ച് കണ്ടെത്തുക. നിശ്ചയമായും നമ്മുടെ വേദനയ്ക്ക്, നമ്മുടെ കണ്ണുനീരിന്, നാം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് പരിഹാരം ഉണ്ടായിരിക്കും എന്നതിന് രണ്ട് പക്ഷമില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിന്റെ നാമം മാത്രം മഹിമപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ കൂടെ ഇടയാവട്ടെ. അങ്ങനെ നമ്മുടെ പ്രയാസമേറിയ ഘട്ടങ്ങളിൽ ആരും നമ്മളെ ദുർവിനിയോഗം ദുരുപയോഗം ചെയ്യാതെ ആത്മീയമായി പക്വത നേടി ദൈവകൃപയിൽ നിലനിന്ന് പ്രാർത്ഥനയോടെ ധന്യമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ ജനം ബാബേൽ പ്രവാസത്തിലായ സമയത്ത് അവർക്കിടയിലുണ്ടായ ആത്മീയ പുഴുക്കുത്തുകൾക്ക് നേരെ യിരെമ്യാ പ്രവാചകനിൽ കൂടെ നൽകിയ വലിയ ആഹ്വാനം ഇന്ന് ഞങ്ങൾക്കും ഒരു വലിയ മാർഗദേശിയായി തീർന്നതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളുടെ പ്രതികൂലങ്ങളിൽ
മറ്റുള്ളവരിലല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിപ്പാൻ അങ്ങയെ പരിപൂർണമായി കണ്ടെത്തി ഞങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം നേടുവാൻ ഇന്ന് ഞങ്ങളെ വചനത്തിൽ കൂടെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ഞങ്ങളുടെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഏറി വരുമ്പോൾ അങ്ങയിൽ മാത്രം ശരണപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണം. ഇന്ന് ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണം. സകല നന്മകളാൽ നിറച്ചുകൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ആത്മീയ ജീവിതത്തെ ശോധന ചെയ്യുവാൻ, കുറവുകൾ കണ്ടെത്തുവാൻ, ദൈവത്തെ അന്വേഷിക്കേണ്ട പോലെ അന്വേഷിച്ച് കണ്ടെത്തി പ്രശ്ന പരിഹാരത്തിന് മതിയായവനായി ദൈവത്തിൽ പരിപൂർണമായി നാം ആശ്രയിച്ച് പ്രാർത്ഥനയോടെ മുന്നേറുവാൻ ഇടയാകട്ടെ. അങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്കും കുടുംബത്തിനും മറ്റുള്ളവർക്കും മാതൃകയും അനുഗ്രഹവുമായി സാക്ഷ്യമുള്ള ജീവിതമായി തീരട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.